Hello everyone, welcome back to another episode of Spoken English in Daily Life, Part 2. Okay, so let's get started. Bit number 11. ആ കുട ഇങ്ങെടുത്തേ. Get my umbrella. അയ്യോ, അത് കേടായിപ്പോയി. Oh, it's broken. എങ്ങനെ? How? ഇന്നലെ അത് കാറ്റ് പിടിച്ചു. It got flipped inside out yesterday. ഓ, നാശം. Oh, damn. ഈ കാറ്റ് പിടിക്കുന്ന ഞാൻ It means the umbrella became inside out. get flip inside out, right? Yes. അതായത് മലയാളത്തിൽ അതിന് പല നാട്ടിലും പലതൊക്കെ പറയുന്നുണ്ട്. അപ്പം കാറ്റ് പിടിച്ചു എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രയോഗം. പിന്നെ എന്താണ് പടം മറിയുക, അത് കാലാണല്ലേ, കാല് ഇതാകുമ്പോൾ അമ്പലം മറിയുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ കാറ്റ് പിടിക്കുക, ദാറ്റ് ഈസ് ദ കോമൺ യൂസേജ് ഇൻ മലയാളം. ഓക്കെ, Flip inside out. ഓക്കെ, ഗ്രേറ്റ്. ടു ദ നെക്സ്റ്റ് ബിറ്റ് നമ്പർ 12. മോളെ കുറച്ച് കട്ടൻ കാപ്പി എടുക്ക്. Honey, get me some black coffee. ആർക്കാ അത്? Who is it for? Or for whom? അച്ഛനാണ്. It's for Dad. ശരി, ഇപ്പോൾ തരാം. Okay, I'll get it now. ഇവിടെ മോളെ എന്നുള്ളത് നമ്മൾ ഹണി എന്ന് വിളിച്ചു അല്ലേ? Yes. ഹണി, മോളെ, അതൊരു സ്നേഹത്തോടെ വിളിക്കുന്ന വേറെ എന്തെങ്കിലും പ്രയോഗം അങ്ങനെ വിളിക്കാൻ Dear. പറ്റും? ഡിയർ അല്ലേ, നമുക്ക് വേണം ഡിയർ, ഡാർലിംഗ്. Darling. Darling, get some black coffee. Dear, get some black coffee. Dear can be used for what addressing daughter, wife, Yes. അല്ലേ, എല്ലാവരെയും അങ്ങനെയൊക്കെ. Beloved, anyone. ഓക്കെ, ഹണി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രയോഗം അല്ലേ? ഓക്കെ, അതുപോലെ വേറൊരു പ്രയോഗമുണ്ട് കുറച്ചൊരു അഡ്വാൻസ്, ലാഡ്, means child. ലാസ് ഒക്കെ പറയുന്നത് അല്ലേ? ഇവിടെ ആർക്കാണ് അത് എന്ന് ചോദിച്ചപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. അതായത് Who is it for or for whom? ഹൂ ഇസ് ഇറ്റ് ഫോർ ഓർ ഹൂ ഇറ്റ്സ് ഫോർ എന്ന് കേട്ട് രണ്ട് ശരിയല്ലേ? ഹൂ ഇറ്റ്സ് ഫോർ, Yeah. ഹൂ ഇസ് ഫോർ, ഹൂ ഇസ് ഇറ്റ് Is ഫോർ, it in the compressed form? ആണ് it's. ഹൂ ഇസ് ഇറ്റ് ഫോർ ഓർ ഹൂ ഇറ്റ്സ് ഫോർ അല്ലേ? ആ. പിന്നെ ഫോർ ഹൂം, For whom? സിമ്പിളായിട്ട് കുറച്ചുകൂടെ ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ For ഹൂം, whom? ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. ആർക്കത്? Who is it for? ഹൂ or ഇറ്റ്സ് ഫോർ, who it's for or for whom? for whom. Okay, so let's move forward. Yes. Bit number 13. കുറച്ച് മുന്തിരി ഇങ്ങ് തരാമോ? Can I get some grapes? അയ്യോ, ഇത് നല്ല പുളിയാണ്. Oh no, these are really sour. എന്നാ ആ നെല്ലിക്ക ഇങ്ങതാ. Then give me that gooseberry. അയ്യോ, അത് വാടിപ്പോയല്ലോ. Oh no, that one's all shriveled up. നെല്ലിക്കയ്ക്ക് ഗൂസ്ബെറി. Yeah. ഓക്കെ, പുളിയാന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? Sour. Sour അല്ലേ? Yes. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി Sour. the pronunciation is not sour. It's sour. Sour. Okay, great. Okay, മുന്തിരി. Grapes. Grapes. Great. So the next bit number 14. കുറച്ച് പുളി തരാമോ? Can you give me some tamarind? ഓ, അതിനെന്താ, ഇതാ. Oh, why not? Here you go. ഞാൻ ഉദ്ദേശിച്ചത് കുടംപുളിയാണ്. I meant Malabar tamarind. അയ്യോ, കുടംപുളി ഞങ്ങൾ വാങ്ങാറില്ല. Oh no, we don't buy Malabar tamarind. ഓക്കെ, കുടംപുളിക്ക് അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് Malabar tamarind. മലബാർ ടാമറിൻഡ്. Sada puri is tamarind. ടാമറിൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനെന്താ ഇതാന്ന് പറഞ്ഞില്ലേ? ഓ, വൈ നോട്ട്, ഹിയർ യു ഗോ. ഹിയർ യു ഗോ, ഗോ എന്ന് പറഞ്ഞാൽ പോവാന്നല്ലേ? അപ്പോൾ ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ ഇതാ പിടിച്ചോ, ലൈക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. പിടിച്ചോ ലൈക്ക് ദാറ്റ് അല്ലേ? എന്നാ പിടിച്ചോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഹിയർ യു ഗോ. Here you go. ഓക്കെ, ഗ്രേറ്റ്. സോ ബിറ്റ് നമ്പർ 15. ഒരു 10,000 രൂപ കടം തരാമോ? Can you lend me 10,000 rupees? എൻ്റെ കയ്യിൽ 5,000 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് ലോൺ അടയ്ക്കണം. I only have 5,000 rupees in my hand. I need to repay the loan EMI with that. ബാങ്കിൽ പണയം വെക്കാൻ മാല തരാമോ? Can you give me your chain to pledge at the bank? തരാം, ഒരു മാസത്തിനകം തിരികെ തരണേ. Sure, but make sure you return it within a month. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. അപ്പോൾ ഇവിടെ ഈ പ്ലെഡ്ജ് എന്ന് പറയുന്നത്, പ്ലെഡ്ജ് Pledge means പണയം, പണയം. ബാങ്കിൽ പണയം വയ്ക്കുന്നതിന് അല്ലേ?
ഓക്കെ. ബിറ്റ് നമ്പർ 16. 1000 രൂപ കടം തരാമോ? Can you lend me 1,000 rupees? എപ്പോഴാണ് ആവശ്യം? When do you need it? പറ്റുമെങ്കിൽ ഇപ്പം തന്നെ. Right now, if possible. തരാം, പക്ഷെ ഉടൻ തന്നെ തിരികെ തരണേ. Sure, but pay me back soon. ഓക്കെ. ബിറ്റ് നമ്പർ 17. എനിക്ക് കുറച്ച് പഞ്ചസാര കടം തരാമോ? Can I borrow some sugar? തരാം, എത്ര വേണം? Sure, how much do you need? ഒരു കപ്പ് മതിയാകും. Just a cup will be fine. കുഴപ്പമില്ല, ഇതാ. No problem, here you go. ഇവിടെ വീണ്ടും ഹിയർ യു ഗോ എന്ന് പറഞ്ഞല്ലോ. ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ ഇതാ. എടുത്തോ. അപ്പോൾ ഇവിടെ ഒരു കപ്പ് മതിയാകും. അതിനെന്താ നമ്മൾ പറഞ്ഞത്? Just a cup will be fine. Just a cup will be fine. Will be fine. അതുപോലെ നമ്മൾ will do എന്ന് പറയില്ലേ? Yeah. A cup will do എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് മതിയായി. ഒരു കപ്പ് മതി അല്ലേ? മതി. will do എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ will be fine. A cup will be fine. A cup will be do. Both are right now? Yes. Okay. എനിക്ക് കുറച്ച് പാല് തരാമോ? Can I borrow some milk? ക്ഷമിക്കണം, തീർന്നു പോയല്ലോ. Sorry, I ran out. കഷ്ടം, ഇനി എന്താ ചെയ്യാ? Oh no, what should I do? അയൽപക്കത്ത് ചോദിച്ചോളൂ. Maybe try asking our neighbor. ഓക്കെ. മേ ബി ട്രൈ ആസ്കിങ് ആർ നെയ്ബർ എന്ന് പറയുന്നത്, ഈ മേ ബി ആസ്കിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരാളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാം. മേ ബി ട്രൈ ഡൂയിങ് സംതിങ് അല്ലേ? അതായത് മേ ബി ട്രൈ കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ആ വെർബിൻ്റെ ING രൂപ ഉപയോഗിക്കുക. മേ ബി ട്രൈ ആസ്കിങ്, ചോദിച്ചോളൂ. മേ ബി ട്രൈ ഈറ്റിംഗ്, തിന്നോളൂ. മേ ബി ട്രൈ ഗോയിങ് ദേർ, അവിടെ പോയിക്കോളൂ, പോയി നോക്കിക്കോളൂ അല്ലേ? അങ്ങനെയല്ലേ? മേ ബി ട്രൈ പ്ലസ് വെർബിൻ്റെ ING രൂപ. ഓക്കെ. അതുപോലെ ഇതിനകത്ത് ഇപ്പോൾ തീർന്നു പോയി എന്നുള്ളതിന് ഐ ജസ്റ്റ് റാൻ ഔട്ട് എന്ന് പറഞ്ഞു. അതൊരു ഫ്രേസ് ആണല്ലേ, ഒരു എക്സ്പ്രഷൻ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സോറി അത് തീർന്നു പോയി, ക്ഷമിക്കണം അത് തീർന്നു പോയല്ലോ എന്ന് പറയാൻ സോറി ഐ ജസ്റ്റ് റാൻ ഔട്ട്, അല്ലെങ്കിൽ ഐ റാൻ ഔട്ട്. ശ്രദ്ധിക്കണം, ഐ റാൻ ഔട്ട് ഓർ ഐ ജസ്റ്റ് റാൻ ഔട്ട്. അതൊരു എക്സ്പ്രഷനാണ്, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. സോ ദ ബിറ്റ് നമ്പർ 19. എൻ്റെ ഫോൺ കാണുന്നില്ല. I can't find my phone. സോഫയ്ക്കടിയിൽ പരിശോധിക്കാമോ, അല്ലെങ്കിൽ പരിശോധിച്ചു നോക്കാമോ? Maybe try checking under the couch. Maybe try checking under the couch. Instead of sofa, you can say couch. Okay, good. ഈ മേ ബി ട്രൈ കഴിഞ്ഞിട്ട് ചെക്കിങ് ING യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ മേ ബി ട്രൈ പറഞ്ഞിട്ടുണ്ട്. മേ ബി ട്രൈ പ്ലസ് ING വെർബിൻ്റെ ING. ഓ, ഞാൻ അവിടെ നോക്കട്ടെ. Oh, let me look there. കിട്ടി, നന്ദി. Found it. Thank you. Okay. So next bit number 20. കുറച്ച് കോഴിമുട്ട കിട്ടുമോ? Can I have some eggs? ക്ഷമിക്കണം, തീർന്നുപോയി. Sorry, I've run out. കഷ്ടം, എവിടെ നിന്ന് കിട്ടും? Oh no, where can I get some? അടുത്തുള്ള കടയിൽ ഒന്ന് ചോദിക്കാമോ? Maybe try the store nearby. Okay, maybe Try the store nearby. Okay, maybe try the store nearby. അപ്പോൾ ഇവിടെ മേ ബി കഴിഞ്ഞിട്ട് മേ ബി ട്രൈ കഴിഞ്ഞിട്ട് ING ഇല്ല, ബിക്കോസ് ഇവിടെ വെർബല്ല യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? മേ ബി ട്രൈ ദ സ്റ്റോറാണ്, ദറ്റ് ഈസ് നോട്ട് എ വെർബ്, അതുകൊണ്ടാണ് നമ്മൾ ING യൂസ് ചെയ്യാത്തത്. അപ്പോൾ മേ ബി ട്രൈ ദ സ്റ്റോർ നിയർ ബൈ, അങ്ങനെ പറഞ്ഞാൽ അവിടെ അടുത്തുള്ള കടയിൽ ഒന്ന് ശ്രമിക്കാമോ, ഒന്ന് ചോദിക്കാമോ അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. സോ നമ്മളിപ്പോൾ രണ്ടാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഫ്രേസസ് നമ്മൾ ഈ കോൺവെർസേഷനിൽ ഈ ബിറ്റ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് കണ്ടു. ഒന്ന്, ഹൂ ഇറ്റ്സ് ഫോർ, അതൊരു എക്സ്പ്രഷനാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഹൂ ഇറ്റ്സ് ഫോർ, ആർക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് അല്ലേ? സോ ഐ വിൽ ഗെറ്റ് ഇറ്റ് നൗ എന്ന് പറഞ്ഞാലോ? ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം, ഇപ്പോൾ തരാം. ഐ വിൽ ഗെറ്റ് ഇറ്റ് നൗ അല്ലേ? മേ ബി ട്രൈ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മേ ബി ട്രൈ? അങ്ങനെ ചെയ്തു നോക്കൂ. Yes, it's a kind of polite suggestion or alternative solution. അതായത് ഞാൻ ഇപ്പോൾ പറയണ മേ ബി ട്രൈ ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. മേ ബി ട്രൈ ഡൂയിങ് ദാറ്റ്, മേ ബി ട്രൈ സംതിങ്, എന്തെങ്കിലും അല്ലേ? ഓക്കെ. ഐ ജസ്റ്റ് റാൻ ഔട്ട്, അല്ലെങ്കിൽ ഐ റാൻ ഔട്ട്, എന്തെങ്കിലും കഴിഞ്ഞു പോയി അല്ലെങ്കിൽ തീർന്നു പോയി. ഓക്കെ. പിന്നെ നമ്മൾ ചോദ്യം ഒരാളോട് ഒരു കടം തരുമോ, എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ can I borrow, can I borrow, that's an expression, right? where can I get എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക, എവിടെ നിന്നാണ് കിട്ടുക അല്ലേ? where can I get. അതുപോലെ will be fine എന്ന് പറഞ്ഞാൽ എന്താ?
അത് മതിയായിരിക്കും. അത് മതി അല്ലേ? അത് മതി. ഹിയർ യു ഗോ. ഇതാ. സോറി, ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ ഇതാ. ഇതാ. അതുപോലെ ഓ ഡാൻ എന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴാണ് പറയുന്നത്? ഷോ എന്നൊക്കെ പറയൂലേ, ഭയങ്കര നാശം, എന്തെങ്കിലും കഷ്ടം, നാശം അല്ലേ? ഓ ഡാൻ. ഇതൊക്കെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സാധാരണ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസാണ്.